നേരമായിട്ട് എണീറ്റിട്ടില്ല. ഡാ അരുണേ, അരുണേ, എണീക്കടാ അരുണേ. ഡാ എണീക്കടാ, എടാ എണീക്ക. അമ്മ ഞാൻ കുറച്ചു നേരം കൂടെ ഒന്ന് ഉറങ്ങിക്കോട്ടെ. എടാ 8 മണിയായടാ, എണീക്ക. എടാ നീ കാരണം അച്ഛൻ്റെ ജോലി മുടങ്ങുന്നേ. നീ കൂടെ പോയി സഹായിച്ചാലല്ലേ അദ്ദേഹത്തിന് ഇത്തിരി എളുപ്പം ഉണ്ടാവൂ. എടാ എണീക്കടാ. ഞാൻ കുറച്ചും കൂടെ ഉറങ്ങിയിട്ട് എണീറ്റോളാം. 8 മണിയായല്ലേ ഉള്ളൂ. അച്ഛൻ നിങ്ങൾ വരട്ടെ, നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട്. മോളെ ആലിയ, എനിക്ക് മോളെ. മോളെ രാവിലെയായോ? ആ രാവിലെ ആയി. എനിക്ക് മോളെ. പൊന്നു മോള്, വാ അമ്മ പോയി കുളിപ്പിച്ചു കൊണ്ടുവരാം. വാ. നീ ഇവിടെ കിടന്ന് ഉറങ്ങും. ഞാനേ ഇവിടെ പോയി കുളിപ്പിച്ചിട്ട് വരട്ടെ. നിനക്കുള്ള വടി എടുത്തുണ്ടായിരിക്കും ഞാൻ വരുന്നത്. കിടന്ന് ഉറങ്ങുന്നവരെ പോത്തുപോലെ. കമ്പെടുത്തില്ലേ? മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കത്തില്ലെന്ന് വെച്ചാ. തൽക്കാലം ഇവിടെ കിടന്നുറങ്ങാം. അല്ലെങ്കിൽ വേണ്ട, ഇനി ഇവിടെ കിടന്നുറങ്ങിയിട്ട് വേണം അതിനും കൂടെ കേൾക്കാൻ. ഇവിടെ അങ്ങനെ ഇരിക്കാം. അയ്യോ, ഒന്ന് ഉറങ്ങാന്ന് വെച്ചാൽ അതിനെ സമ്മതിക്കത്തില്ല. ഓ, അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങളൊക്കെ. ஆமா ஆமா உங்களை பிஸ்னஸ் எப்படி இருக்கோ? நல்லா இருக்கா? അതൊക്കെ നല്ല ഇருக்கு, ഒരു കുഴപ്പമില്ല. പിന്നെ തുടക്കത്തിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ 30% ഡിസ്കൗണ്ട് ഞാൻ ഓരോ ദിവസത്തിലും ഇടും. അതുകൊണ്ട് ഇപ്പോൾ നല്ല ഫേമസാ ഞങ്ങളുടെ കട. ஆமா அப்படியா? அது நல்லா. ஆனால் ஏன் பிஸ்னஸுக்குள்ள நிஜமாவா ஒன்றும் இல்லை. அதான் അങ്ങനെ தெரியாது. ஆனால் என் கூட பிஸ்னஸ் உங்களை பிஸ்னஸ் மாதிரி இருக்க. ஆனால் ஏன் பிஸ்னஸுக்குள்ள இந்த மாதிரியே இருக்கு. അതൊന്നും സാരമില്ലടോ. തൻ്റെ ബിസിനസ്സൊക്കെ നേരെ ആയിക്കോളും. താൻ ടെൻഷൻ അടിക്കാതിരിക്കടോ. താനും എന്നെ പോലെ 30% ഒക്കെ ഡിസ്കൗണ്ട് അങ്ങിട്. തനിക്ക് നല്ല ലാഭമായിരിക്കും, ബിസിനസ്സും കൂടും. அப்படியா? சரி சரி, உங்களை അഡ്വൈസുക്ക് ரொம்ப നന്ദി. അതൊന്നും വേണ്ട. എന്നാൽ ഞാൻ അങ്ങോട്ട് പോട്ടെ. நீ போங்க, எனக்கு கொஞ்சம் வேலை இங்கே இருக்கு. நானும் போங்க. சரி, பாய். பாய்டா. അല്ല, ഇത് ആര്? ആദ്യമായിട്ടാണല്ലോ. കളിയാക്കിയതാണോ? എങ്കിൽ വേണ്ട കേട്ടോ. കളിയാക്കിയതല്ല, കാര്യമായിട്ട് ചോദിച്ചതാ. അല്ല, എന്താ ഇന്ന് നേരത്തെ ആശാൻ? അച്ഛ, ഞാനേ ഉറങ്ങുമായിരുന്നു. അമ്മ വിളിച്ചുണർത്തി. കുറച്ചും കൂടെ ഉറങ്ങാന്ന് വെച്ചപ്പോൾ അതിന് സമ്മതിച്ചില്ല.
അച്ഛന് ജോലിക്ക് പോകണ്ടേ, അതിന് കൂട്ട് വന്നാലേ അച്ഛന്റെ ജോലി എളുപ്പമാവും എന്നൊക്കെ പറഞ്ഞ് വടിയെടുക്കുമെന്നും പറഞ്ഞ് എന്നെ അടിക്കാനൊക്കെ വന്ന്. അതിനിന്ന് ഞായറാഴ്ചയല്ലേടാ മണ്ട. എന്നിട്ട് അമ്മ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞേ? അത് നിന്നെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കാൻ വേണ്ടിയായിരിക്കും, അല്ലാതെ എന്തിനാ? അടങ്ങിയിരിക്കേ, സോപ്പൊക്കെ ഇട്ട് തരാം. അല്ല, അയ്യോ, സോപ്പ് എടുക്കാൻ മറന്നു. ഞാൻ പോയി സോപ്പ് എടുത്തിട്ട് വരാം. നീ ഇവിടെ ഇരിക്കേ. ഈ അമ്മയുടെ ഒരു കാര്യം. സോപ്പ് കൊണ്ടുവന്നു. നിനക്ക് ബബിൾസ് വേണമെന്നല്ലേ നീ പറയാറ്? അതുകൊണ്ട് ഇന്നാ. എന്റെ പുന്നാര മോള്. നല്ല വൃത്തിയായിട്ട് കുളിക്കണം. എന്റെ പുന്നാരമൊക്കെ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ? മതി മതി കുളിച്ചത്. വാ, നമുക്ക് ഇനി കയറി പോവാം. അപ്പൊ അച്ഛനും മോനും ഇവിടെ ഉണ്ടായിരുന്നു. എത്ര നേരം കൂടി ഇവിടെ കിടന്ന് വിളിക്കുന്നറിയാമോ അവനെ? അല്ല, ഇപ്പൊ എന്താ മോനിങ് എണീറ്റത്? അച്ഛനായിട്ട് സംസാരിച്ച് വിഷയമെല്ലാം എന്റെ മണ്ടയിലോട്ട് ആക്കി കാണും. അല്ലാതെ പിന്നെ എന്ത്? ഇത് തന്നെ എപ്പോഴും നടക്കുന്നത്. എന്നും വന്ന് വിളിക്കും ഞാൻ. എണീക്കുന്നതോ ഇവളും. എന്നിട്ട് അടി കൊടുക്കാൻ സമ്മതിക്കത്തൂല്ല. എന്ത് കഷ്ടമാണെന്ന് പറയണേ. നീ എന്തിനാ ഈ കൊച്ചുങ്ങളെയൊക്കെ അടിക്കുന്നത്? അത് മാത്രമല്ല, അവനെല്ലാം പറഞ്ഞാ കേക്കും. പറഞ്ഞാ കേക്കും. എന്ത് കള്ളത്തരടാ നീ ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തിരിക്കുന്നേ? അതെല്ലാം കേട്ട് വിശ്വസിക്കാൻ ചിരിക്കുന്നു. കണ്ടില്ലേ, എന്റെ മോള് കുളിച്ചു. എന്റെ പൊന്നുമോള്. പൊന്നുമോളിങ് വാ. വേണ്ട വേണ്ട, ഞാൻ ഇവളെ കൊണ്ടുപോയി ഇവ കുടിപ്പിട്ട് കൊടുക്കട്ടെ. നീ പോയി കുളിക്കടാ. ഒന്ന് നിന്നേ. നീ എന്തിനാ? ഇന്ന് ഞായറാഴ്ചയല്ലേടി? നീ എന്തിനാടി ഇന്ന് ഇവനോട് എനിക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞത്? അത് ഇവ എണീക്കാൻ, അല്ലെങ്കിൽ ഇവ എണീക്കില്ലല്ലോ. കേട്ടില്ലേ? ഇത് തന്നെയല്ലടാ ഞാനും നിന്നോട് പറഞ്ഞേ. നിന്റെ അമ്മ നിന്നോട് കള്ളം പറഞ്ഞതാ. പിന്നെ അവക്ക് അവളുടെ അമ്മയുടെ സ്വഭാവമല്ലേ കിട്ടൂ. അച്ഛൻ പറഞ്ഞതും കാര്യമാ, പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മൂമ്മയായി പോയി, അല്ലെങ്കിൽ ഞാൻ വല്ലതും പറഞ്ഞു പോയനെ. ാടാ കൂടുതൽ പറയല്ലേ. എന്താ? അങ്ങോട്ട് നീങ്ങിയിരിക്കേ. ഞാൻ ടി വി കണ്ടോണ്ടിരിക്കുന്ന കണ്ടില്ലേ? അങ്ങോട്ടാണ് പോയിരിക്കേ. അതുകൊണ്ട് അവിടെ കസേര കിടക്കുന്ന കണ്ടില്ലേ? 2 കസേരയല്ലേ കിടക്കുന്ന. പോയി ഇങ്ങോട്ട് ഇരിക്കണം. എനിക്ക് സോഫയിൽ ഇരിക്കണം. അങ്ങോട്ട് മാറ്. ഞാൻ ഇപ്പൊ അച്ഛൻ്റെ പറഞ്ഞു കൊടുക്കും. പിന്നെ നീ അച്ഛൻ്റെ പേരും പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കല്ലേ. നീ ഇങ്ങോട്ട് പോവാൻ നോക്ക്. കിടന്ന് കരയ, അപ്പായിട്ട് മാറിക്കോളും. ഈ പെണ്ണിത് എന്തോന്നത്? മനുഷ്യന് ടി വി കാണാനും സമ്മതിക്കത്തില്ല. വർക്കൗട്ടായില്ലേ? ഈ ചേട്ടന് ഒരു പേടിയും ഇല്ല. ചേട്ടാ, ഞാൻ മര്യാദയ്ക്ക് പറയുവാ. അവിടുന്ന് മാറിക്കോ, എനിക്ക് ഇരിക്കണം. ഞാൻ മാറൂലെന്ന് പറഞ്ഞല്ലോ. നീ അവിടെ കാണാൻ പോയിരിക്കും. 2 കസേരയല്ലേ കിടക്കുന്നത്.
മാറില്ലല്ലേ അപ്പോ? ഇല്ല. കാണിച്ചു തരാം. ഈ ആളി ആരാണെന്ന് കാണിച്ചു തരാം. മാറങ്ങോട്ട്. ആ അമ്മേ അമ്മേ ആ ആ, ആ, അമ്മേ എന്നെ തള്ളിയിട്ടമ്മേ. വേണം. ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത് അങ്ങോട്ട് മാറിയിരിക്കാൻ. അപ്പൊ ആയിരുന്നല്ലേ. ഇനി അടക്കിടന്ന് കരഞ്ഞു. അമ്മേ എന്നെ ഇവിടെ നടിച്ചിട്ട അമ്മേ. എന്നിട്ട് ഇപ്പൊ ഇരിക്കുന്നു നോക്കിക്ക്. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? എന്താണ് അരുണേ? നീ അപ്പഴ വീണ്ടും അടിച്ചോ? എല്ലാ കുറ്റവും എപ്പോഴും എന്റെ മണ്ടയ്ക്ക്. ഞാൻ മര്യാദക്ക് സോഫയിൽ ഇരുന്നപ്പോ അവളെന്നെ തള്ളിയിട്ടതാ അമ്മേ. ഇനി ഞാൻ എന്തോ ചെയ്യാം? എന്റെ ഈശ്വര. മോളെ ആലിയെ എന്തിനാ അവനെ തള്ളിയിട്ടത്? അമ്മേ ഞാൻ മര്യാദക്ക് പറഞ്ഞത് അങ്ങോട്ട് മാറിയിരിക്കാൻ. അപ്പൊ മാറിയില്ല, അതുകൊണ്ടാണ് ഞാൻ തള്ളിയിട്ടത്. എടാ ആ കൊച്ചിന് ഇത്തിരി ഇരിക്കാൻ സ്ഥലം കൊടുത്തിരുന്നെങ്കിൽ നിന്നെ അവള് തള്ളിയിടോ? നിനക്ക് വേണോടാ? അമ്മയും കൂടി എന്നെ കുറ്റപ്പെടുത്തല്ലേ അമ്മേ. ഇനിയിപ്പോ വീണതും ഇല്ലാത്തതും ഒക്കെ എന്തിനാ പറയുന്നേ? ഇനിയിപ്പോ പകരം വീട്ടിന് അങ്ങോട്ടും ഇങ്ങോട്ടും നാടി ഉണ്ടാക്കരുത്. അവിടെ അങ്ങനെ കയറി ഇരിക്കാൻ നോക്ക്. കുറെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. തിന്ന് എല്ലിൻ്റെ ഇടയിൽ കയറിയതാണെന്ന് തോന്നുന്നു. അല്ലാതെ എന്ത്? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി, നിനക്ക് ഞാൻ തരാടി. നീ പോടാ, നീ പോടി പട്ടി. മിണ്ടാതിരിക്കും പിള്ളേരെ, രണ്ടെണ്ണം വീട് തുടങ്ങിയിട്ടുണ്ട്. അയ്യേ വേണം. നിനക്കുള്ള പണിയെ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് തരാമേ. എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റാതായിപ്പോയി. അല്ലെങ്കിൽ തന്നേനെ നിനക്ക് രണ്ടെണ്ണം. ഞാൻ പോവാ. എനിക്ക് TV കണ്ട ഒന്നും കാണണ്ട. ഇത് കൊള്ളാം. മര്യാദക്ക് സോഫയിൽ അങ്ങോട്ട് വെച്ച് മാറിയിരിക്കാൻ പറഞ്ഞപ്പോ മാറാതെ ഇപ്പതാ എനിക്ക് പകരം വീട്ടാൻ വരുമെന്ന്. ഈ ചെറുക്കനെന്ത്?